ഇപ്പോൾ നമ്മൾ തുർത്തുക് വില്ലേജിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നിട്ടാണ് നമ്മൾ തുർത്തുക്കിലെ പ്രധാന ഗ്രാമത്തിലേക്ക് പോകുന്നത്. അതേപോലെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അവിടെ വീറ്റ് ഗോതമ്പ് ഹാർവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പാലം വഴിയാണ് പോകുന്നത്. ഇതാണ് ഷിയോക്ക് റിവർ കേട്ടോ. കണ്ടിട്ട് എന്താ ഭംഗിയത് ഒഴുകി വരുന്നതാണ് എനിക്ക്. ഓ, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നാട്ടോ നമ്മൾ അപ്പുറത്ത് പോകാനുള്ളത്. അത്യാവശ്യം ക്രൗഡുള്ള സ്പോട്ട്. ഇത് വ്ളോഗറാണ് മുനീർ ബായ്. ആപ്രിക്കോട്ടിൻ്റെ മരമാണ്. ഇതെല്ലാം ഒരു സ്റ്റോറേജ് ആട്ടോ, ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. മറ്റേ ഫുഡ് ഗ്രെയിൻസൊക്കെ, വീറ്റാണത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു ഷിയ പള്ളിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഹറത്തിൻ്റെ പരിപാടിയും കാര്യം കഴിഞ്ഞുകൊണ്ട് അതല്ല ഈ പള്ളിയുടെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമസ്കാര സമയം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പഴക്കമുള്ള ഒരു പള്ളി കേട്ടോ. ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണിത്. പള്ളി ഇതാ ഇങ്ങനെ ഉണ്ടല്ലോ. ലോക്ക് ചെയ്യുന്ന പള്ളി കഴിഞ്ഞു. അവർ തന്നിട്ടായ अच्छा है ना, उधर डोलो। हाँ ओके ओके, हाँ हाँ सब मिल के खाना। ओके ओके। हाँ ये मस्जिद के, ये पूरा ये मस्जिद के जगह? मस्जिद के नहीं, ये दूसरे का है। ये हमारे आपके, हमारे चाचरे भाई का। हाँ ओके ओके ओके। कोई बात नहीं। यहाँ जो है ना, इधर सेब जो है, यहाँ जिसका भी खा सकता है। इसमें मगर उखाड़ के बीच में कीड़े बीड़े। हाँ बादाम होता है ना, आप गावा में डालते हैं ना वो, इसको बादाम को। बादाम तोड़ के खाओ। हाँ इसके साथ बादाम तोड़ के खाओ। हाँ खा लिया था पहले, किसी ने हमको बताया, हम ऐसा किया, बहुत टेस्ट है एकदम है. അതേപോലെ റൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. വീടിൻ്റെ റൂഫ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ ഭയ്യ, बहुत शुक्रिया, धन्यवाद. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാട്ടോ. ഞാൻ അവിടെ നിന്ന് മതലി ചാടിയിട്ട് വന്നതാണ്, പള്ളീൻ്റെ അവിടെ നിന്ന്. ഇപ്പോൾ നമ്മൾക്കവർ തന്നതാണ്. ഇവിടുന്ന് കഴുകുക. അയാളുടെ വാഹിനെ കൊണ്ട് കൂതിയതാ. ഒക്കെ സ്നേഹമാണ്. നമ്മൾ ഇതുവരെ കണ്ടത് ഷിയ പള്ളിയാണ്. ഇതാണ് സുന്നി പള്ളി. ഇത് പുതിയ പള്ളി കേട്ടോ. ഒരു പശുവിൻ്റെ തൊലിയാട്ടോ. അത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെ. ഇവിടെ അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ചൊറിയുന്നതല്ല കേട്ടോ. ഇതൊക്കെ ആപ്പിൾ വീണ് നടക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര ആപ്പിൾ, അടിപൊളി കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട അതേ കൃഷി തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പുല്ല് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറിൻ്റെ ആണോ അതല്ല, എങ്ങനെ? ഇതല്ലേ കുടിവെള്ളത്തിൻ്റെ. ആ മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് വരുന്നല്ലേ. പിന്നെ ക്യാബേജ്, പിന്നെ വേറെ അതാ ഈ സാധനം, ഇത് ക്യാബേജാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം
ക്യാബേജ് നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലം. പിന്നെ പച്ചമുളക് ഉണ്ട് ഇവിടെ ഉണ്ട്, പച്ചമുളക് വിരിഞ്ഞെടുക്കുന്നുണ്ട്. തക്കാളി ഉണ്ട് ഇവിടെ. പൂക്കൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഭാഗത്ത് എല്ലായിടത്തും കാണുന്നതാണ് പൂക്കളുടെ കൃഷി. അവിടെ അത് ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഇവിടെ കാട് പിടിച്ച പോലെയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇത് ഒരു എന്താ പറയുക, മാങ്ങമരം പോലെ. അതെ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ എക്സ്പെൻസീവായ സാധനം, ലക്ഷറിയാണ്. മാങ്ങ അവിടെ 500 രൂപയാണ്. മാങ്ങ 500 രൂപ. തേങ്ങയോ? തേങ്ങയിൽ റോഡ് സൈഡിൽ ആൾക്കാർ ഭയങ്കര ആർത്തിയോടെ കഴിക്കണ്ടേ ഡൽഹിയിലൊക്കെ. റെയറാണ്. ഞാൻ ശ്രീനഗറിലും കണ്ടിരുന്നു അതേപോലെ. ഇവിടെ കുറച്ച് നേരത്തെ ബാക്ക് പാക്കെല്ലാം ചെയ്ത് പെയ്യും പോകുന്നുണ്ടായിരുന്നു. ട്രക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ്. എന്നാൽ മറ്റേ സ്പ്രിങ് ഓണിയൻ അത് അല്ലേ? സ്പ്രിങ് ഓണിയൻ അല്ലേ? അല്ല, അത് ഇതല്ലല്ലോ. അല്ല, ഈ മുകളിൽ പൂവുള്ളതാണ് പറഞ്ഞത്. ജർജർ ഇവിടെ ഉണ്ടോ? ഇത് ജർജറാന്ന് തോന്നട്ടാ. ഇത് മല്ലിയുടെ തൊട്ട് സൈഡിൽ വേറൊരു ഇല ഉണ്ടല്ലോ. ആഹാ, നമ്മൾ ചൈനീസിലൊക്കെ ഇങ്ങനെ മുറിച്ചിടുന്ന അതല്ലേ സ്പ്രിങ് ഓണിയൻ? ഐ തിങ്ക് സോ. പിന്നെ ഇതാ പയർ, നമ്മുടെ നാട്ടിലെ പയറും കാര്യങ്ങളൊക്കെ. ഒരുപാട് ടൈപ്പ് പച്ചക്കറി ഉണ്ട് ഇവിടെ. കൃഷിയാണ് ഇവരുടെ മെയിൻ ജീവിതം. ഒക്കെ ഇവരുടെ സെറ്റിൽമെൻ്റാണ്. ഇവിടെ വണ്ടികൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? ഇവൻ ബൈക്ക് പോലും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് തന്നെ, അതേ വെറൈറ്റി. ഫസ്റ്റ് ടൈം ആട്ടെ കാരണം. ഇവർ തണുപ്പ് കാലത്തേക്കുള്ള റെഡിയാവുകയാണ് ഇവർ. കാരണം ആയില്ലേ, 1 മാസം കൂടി കഴിഞ്ഞാൽ കാലാവസ്ഥ മാറുകയാണ്. എല്ലാം ഇപ്പോൾ തന്നെ അവർ എടുത്തു വെച്ച് തുടങ്ങി. 6 മാസത്തേക്ക് ഇനി വേറെ പണിയൊന്നുമില്ല. മെയിൻ ഹാർവെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സീസണാണിത്. എല്ലാം ഇപ്പോൾ പൂക്കളായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ എല്ലാം വിരിഞ്ഞിരിക്കല്ലേ. എന്താ സാധനം? ആ, അവിടെ കണ്ടേ ഒരു വീട്. ഇവിടുത്തെ ഒന്ന് കണ്ടതിൽ വെച്ച് അത്യാവശ്യം ഹൈറ്റുള്ള വീട് അതാണ്. ഇവിടെ ബൽട്ടി ഹെറിറ്റേജ് ഹൗസ് ആൻഡ് മ്യൂസിയം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇൻഡോ പാർക്ക് ബോർഡർ വ്യൂവിലേക്കാണ്. ഇങ്ങനെയൊക്കെ ആട്ടെ ഇവിടെ വെള്ളം വരുന്നത്. ഇത് ഐസ് ഉരുക്കി വരുന്ന വെള്ളം സ്പ്രിങ് വാട്ടറാണ്. ഇങ്ങനെയാണ് ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. വീടുകളിലേക്കും മറ്റൊക്കെ വരുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഇവിടെ മൊത്തം ഗോതമ്പാണ് കംപ്ലീറ്റ്. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് അടുത്ത പ്രോസസ്സിനായിട്ടുള്ളത്. ഒരുപാട് പൂമ്പാറ്റകൾ നോക്കിയേ, ഇത്രയും പൂമ്പാറ്റകൾ, ഇഷ്ടംപോലെ പൂമ്പാറ്റുണ്ട് ഇവിടെ. ഇൻഡോ പാർക്ക് ബോർഡർ വ്യൂ കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ പാകിസ്ഥാനി. പിന്നെ താഴെ നോക്കിയിട്ട് എന്ത് ഭംഗിയാണെന്ന്, അടിപൊളി. പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ അടുത്ത് തന്നെ. എനിക്ക് തെറ്റിയിട്ടില്ല എങ്കിൽ ഇത് കടുകാണ് കേട്ടോ. കടുക് കൃഷിയാണിത്. ഉറപ്പില്ല, കടുകാവാനാണ് ചാൻസ്. ഞാൻ മുന്നേ കണ്ട് വെച്ച് പറയുന്നതാണ്. ഇത് കടുക് കൃഷിയാവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും മിക്കവാറും എല്ലാത്തരം കൃഷിയും ഇവരിവിടെ നടത്തുന്നുണ്ട്. അല്ല, സാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ 6 മാസം ടൈമാണ് ഇവർക്ക് ഉള്ള ഒരു എന്താ പറയുക ആകെയുള്ള ടൈം കൃഷിക്ക്. ആ 6 മാസം ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന വഴി തന്നെ മടങ്ങിപ്പോട്ടോ. 40 किलो कितना किलोमीटर चलता है एक दिन? जाने में 3-4 किलोमीटर. हाँ, ओके ओके. कुछ भी लेके आएगा? हाँ जी, खुद ही लेके बस छोड़ेगा तो यहाँ डोंकी ड्राइवर होता है. एक ड्राइवर होते हैं. हाँ, ओके ओके. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഓൾഡ് പോളോ ഗ്രൗണ്ട്, മൊനാസ്ട്രി, വാട്ടർഫോൾ ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു റൂട്ടിൽ.
ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം. ഇനിയിപ്പോൾ സമയമില്ല, നമ്മൾ ഓൾറെഡി കുറേ നേരം ഇറങ്ങിയിട്ട്. ഇനി ലഞ്ച് കഴിക്കണം. ആ പച്ചമുളകിൻ്റെ ഒക്കെ സൈസ് കണ്ടില്ലേ, അതല്ലേ എന്താ സൈസ് ഒക്കെ തോന്നുന്നത് കണ്ടിട്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഒക്കെ കൃഷിയാണ്, മൊത്തം കൃഷി. ഇതെന്തോ ബ്രിങ്കാല ഇങ്ങനെന്തോ പേരാ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ പൂവിട്ടിട്ടേ ഉള്ളൂ. 1 മാസത്തിനകം ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള പരിമം ആകുമെന്നാണ് പറഞ്ഞവർ. ഒക്കെ നമ്മൾ വന്ന വഴിയാണ് ഗോയിങ് ബാക്ക്. അടിയിൽ നിന്ന് വെള്ളം ഒഴുകിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നോക്കിക്കോ, കൃഷിയാണ് കണ്ടില്ലേ. ഇതൊക്കെ വെള്ളം ഒഴുകുകയാണ്, ഇതൊക്കെ വെള്ളം ഒഴുകുകയാണ്. ഇവിടെ അവർ കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ കൃഷിയാണ്, ഇതിൻ്റെ അടിയിലൂടെയാണ് ഒഴുകി പോകുന്നത്. ഇത്രയും പാറയും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം അവരെങ്ങനെ സാധിച്ചെടുത്തു എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ ലോഗോ ആണ്. നമ്മുടെ ലോഗോ ആള് ലഗാവ് അദ്ദേഹം തന്നെ ഒട്ടിക്കട്ടെ. ഇതുവരെ ഞാൻ ഇരുന്നെങ്കിൽ ഇപ്പം കഴിഞ്ഞ 2-3 എണ്ണം ഇവരെ തന്നെയാണ് ഒട്ടിച്ചിരുന്നത്. സിയാച്ചിൻ ഫ്രൂട്ട്, ആപ്രിക്കോട്ട്, ഇത് ഉണ്ടാക്കുന്നത് ആർമിക്കാരുണ്ടാക്കുന്നതാണ്. അവർ തന്നെയാണ് വെക്കുന്നത്. 200 റുപ്യാണ് റേറ്റ്. അപ്പോൾ ഈ സാധനം ഇവർ ആർമിക്കാർ എന്താ പറയുക, ഇവരെ ക്യാമ്പുകളിൽ പോകുമ്പോൾ, ബങ്കറുകളിൽ മറ്റൊക്കെ പോയിട്ട് ദിവസങ്ങളോളം എടുത്തിട്ടാണ് അവിടെ പോകുക. എന്നിട്ട് അവിടെ താമസിച്ച് കുറേ കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന സാധനമാണിത് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ബോഡി ഹീറ്റാവും. തണുപ്പത്തൊന്നും നല്ല ബോഡി ഹീറ്റായി വെക്കാൻ നല്ല സാധനമാണെന്ന് പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. പിന്നെ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ഫേമസ് ആയ സാധനം കേട്ടോ. ഇവിടെ എന്താ പറയുക, രാവിലെ പറിച്ച് കഴിഞ്ഞ സാധനം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സാധനം മോശമായി പോകും. അതാണ് നമ്മൾ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും രാവിലെ മേടിച്ചിട്ട് വൈകിട്ടാകുമ്പോൾ മോശമായിട്ട് നമ്മുടെ തന്നെ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്നത് നമുക്ക് അറിയാലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സാധനം പെട്ടെന്ന് മോശമാകും. അപ്പോൾ അത് അത്രയും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും റോഡ് സൈഡിൽ കിട്ടുന്നതൊക്കെ താങ്ങിൽ നമുക്കധികം ആൾക്കാരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് താങ്ങിൽ അധികം പറയാൻ ഇല്ലാത്തത്. അതേസമയം തുർത്തൂക്ക് അങ്ങനെയല്ല. തുർത്തൂക്കിൽ പോപ്പുലേഷൻ ഭൂരിഭാഗം സ്ത്രീകളാണ്, ഫീമെയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഭൂരിഭാഗം അറൗണ്ട് മോർ ദാൻ 90% ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പല യൂണിവേഴ്സിറ്റി, ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അതും വലിയ വലിയ, അതായത് സയൻറ്റിസ്റ്റ് ആകാൻ പഠിക്കുന്നവരടക്കം അവിടെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അത്രക്കും അഡ്വാൻസ്ഡ് ആയ ഒരു സൊസൈറ്റിയാണ് തുർത്തൂക്ക് എന്ന് പറയുന്നത്. തുർത്തൂക്കിനെ പറയുന്നത് ഒരുപാടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ട്സ്, അതായത് ഹയസ്റ്റ് റോഡും അതുപോലെ സംഭവങ്ങളൊക്കെ ഉള്ളത്, ഹയസ്റ്റ് റോഡല്ല, മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ടൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാരക്കോറം റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ബൈ.